മറുനാടൻ യൂട്യൂബ് ചാനലിന്റെ മുതലാളിയായ ഷാജൻ സ്കറിയക്കെതിരെ നടി മീനു മുനീർ രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറി ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അവർ പ്രതികരിച്ചത്. കാണാം അവരുടെ മാന്യമായ പ്രതികരണം. ആ സ്ത്രീ കരുതുന്നത് അവരെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ആകാശമിടിഞ്ഞു വീഴും, മന്ത്രിമാർ രാജിവെക്കും, MLA മാർ നാടുവിടുമെന്നൊക്കെയാണ്. ആകപ്പാടെ 2 സിനിമയിൽ അഭിനയിച്ചു എന്ന് അവകാശപ്പെടുന്നു. അവർ പോലും അവകാശപ്പെടുന്നത് 2 സിനിമയിൽ അഭിനയിച്ചു എന്നാണ്. അവർ പറയുകയാണ് മലയാള സിനിമയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരും അവരെ പീഡിപ്പിച്ചു, 2 മന്ത്രിമാർ പീഡിപ്പിച്ചു, 17 ഭരണകക്ഷി MLA മാർ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന് വ്യക്തമാണ്. അയ്യേ, അതൊരു ചാനലാ. ചീള കേസ്. അവനല്ലേ വേണ്ട. എനിക്കൊന്നുമില്ല. വല്ല കാശും വാങ്ങിച്ചിട്ടുണ്ടാകും എല്ലാവരുടെ കയ്യിൽ നിന്ന്. മുകേഷിന്റെ ബാലേന്ദ്രമേനോ എന്നൊക്കെ വല്ല കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. ഇവനിട്ടല്ലേ പണ്ട് എയർപോർട്ട് വെച്ച് അടി വാങ്ങിയത്. ഇവനെ ഞാൻ എയർപോർട്ടിൽ കണ്ട എന്നെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞോ, അവനാഴ്ച കണ്ട എയർപോർട്ടല്ല എൻ്റെ മുമ്പിൽ കണ്ട അവൻ്റെ പാലിലോ ഒറ്റൊരെണ്ണം കൊടുക്കും. എന്നിട്ട് ഞാൻ അയ്യേ, അവനൊക്കെ ചീള് കേസ്. അവനൊന്നുമല്ല. ചാനൽ നോട്ടിപ്പോൾ ഞാൻ പിടിച്ചല്ലോ വല്ല മാതൃഭൂമിയോ, ന്യൂസ് 18, ഏഷ്യാനെറ്റ്, കേരള വാർത്ത, മലയാള വാർത്ത ഒക്കെ പറ. അതൊക്കെയാണ്, അതിനൊക്കെയാണ് ചാനൽ എന്ന് പറയുന്നത്. ഇവനൊക്കെ പോലെ ഈ മലയാളം മറന്നാട് അടിയും കൊണ്ട് ചാകാറായി ഇപ്പോഴും വന്നിട്ടിരുന്നു. അയ്യേ, ഫോട്ടോ പുല്ല്, വെറും പുല്ല്. അയ്യേ, അവൻ്റെയൊക്കെ പേര് പറയാൻ നാണില്ലേ. ചീള് കേസാണ് അതൊക്കെ, ചീള് കേസ്. അത് ഐ ഡോണ്ട് ബോദർ അബൌട്ട് ഹിം. അതൊന്നും ഒരു കാര്യമില്ല. അതിപ്പം മിക്കവാറും കൊടുത്തുണ്ടെങ്കിൽ ഇങ്ങനെ പറ, മിനു 2 പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ, 50 നടന്മാരെ അങ്ങനെ അങ്ങനെയൊക്കെ ആൾ പറയുന്നുണ്ട്. അവന് അത്രേ വിവരമുള്ളൂ. ഞാൻ എത്ര ഈവനൊക്കെ വിചാരിച്ചാൽ എന്നെ ഡിമ്മാക്കാൻ പറ്റുമോ? ആ, ഞാൻ മിനുവാ. പുലിയാന്ന് പറയുന്നില്ല, മിനു തന്നെ. എന്തുകൊണ്ടും പറഞ്ഞു, പോക്സിയോ കീക്സിയോ കൂക്സിയോ എന്തുകൊണ്ടും പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. മിനു തന്നെയാണ്. അല്ലാതെ നിങ്ങളൊന്ന് ഒരു യൂട്യൂബേഴ്സ് വിചാരിച്ചാലോ ഒന്നും എന്നെ ഡിമ്മാക്കാൻ പറ്റില്ല. എൻ്റെ ലക്ഷ്യം വേറെയാണ്, നീതി. ഇനി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴാണ് ഇതുപോലത്തെ ചീള് കേസുകളുടെ ഇതുപോലെ ഇനി ഇങ്ങനെയുള്ള ചീള് കേസ് എൻ്റെ അടുത്ത് പറയരുത്. പറയുമ്പോൾ നല്ല അഭിമാനമുള്ളവരുടെയൊക്കെ പേര് പറ. ഈ യൂട്യൂബേഴ്സ്, ഇവന് യൂട്യൂബിനല്ലേ, ഇവന് അതുകൊണ്ട് ജീവിക്കുന്നില്ലേ, യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്നില്ലേ. മറുനാടൻ മലയാളിയുടെ പേരും കളഞ്ഞു ഈ ചാനൽ. ജോയിച്ചോട് ഇപ്പോൾ 25 lakhs ഒരാളിനേക്ക് ഓഫർ ചെയ്തു കേസ് സെറ്റിലാക്കാൻ. മിനു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, ഞാൻ അനുഭവിച്ചൊരു വേദന. എനിക്ക് ഒരുപാട് മാനസിക മെൻ്റൽ ട്രോമ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം താങ്ങി പിടിച്ചെന്തിനാന്ന് പറയാം, എൻ്റെ 2 മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി. ഞാൻ പ്രതികരിച്ചാൽ എൻ്റെ മക്കളെ ആരെങ്കിലും ഉപദ്രവിക്കുമോ, അവരുടെ എഡ്യൂക്കേഷനെ ബാധിക്കുമോ എന്നെല്ലാം പേടിച്ച് മക്കളെ എങ്ങനെയെങ്കിലും ഒരു കാര്യത്തിലെത്തിക്കണം. പാടവെട്ടിക്കൊണ്ടിരിക്കും. അവസാനം കണ്ടേ അടങ്ങത്തുള്ളൂ. ഞാൻ ഇറങ്ങിയതെങ്കിൽ ഞാൻ ജയിച്ചിട്ടേ തിരിച്ചു വരത്തുള്ളൂ.